അനീഷിന്റെ സിനിമാഗ്രഹത്തിനെ കുറിച്ച് അനീഷ് ഓൾറെഡി ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു തിരക്കഥ എഴുതുക, സ്ക്രീൻ പ്ലേ എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആഗ്രഹമാണ് എന്ന് അനീഷ് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം എന്നേരം തുഴഞ്ഞ് എന്ന് പറയുന്നൊരു പുസ്തകം ഓൾറെഡി ആള് എന്നാലും ബിഗ് ബോസിൽ വരുന്ന സമയത്ത് തന്നെ എന്തായാലും എഴുതിയിരുന്നു. പിന്നെ അതിനുശേഷമാണെന്നുണ്ടെങ്കിലും കതിരാളൻ എന്ന് പറയുന്ന ഒരു നോവലാണെന്നുണ്ടെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ എന്നാലും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ്. അപ്പൊ എന്നാലും മാതൃഭൂമിയാണ് എന്തായാലും ഏറ്റെടുത്ത് പബ്ലിഷ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മണിയൻ പിള്ള രാജൊക്കെ ആയിരുന്നു എന്തായാലും പ്രകാശനം ചെയ്തത്. അതൊരു 2-3 ദിവസം മാത്രമായിട്ടുള്ള എന്തായാലും സംഭവം നടന്നിട്ട്. അപ്പൊ ആ രീതിയിൽ വളരെയധികം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്തായാലും അനീഷിന്റെ ലൈഫ് എന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് ശേഷമുള്ള ഒരു അനീഷിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ആള് തന്നെ പലതവണ പറഞ്ഞുള്ളതാണ്. കാര്യം ബിഗ് ബോസിന് ശേഷവും ബിഗ് ബോസിന് മുന്നും എന്നുള്ള രീതിയിൽ 2 രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ട്രാക്കിലാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മാറ്റം. കാരണം ഒരു ഫിലിം ആക്ടേഴ്സിനൊക്കെ, അതായത് ഈ സിനിമാ നടന്മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു റീച്ചും ആ ഒരു പബ്ലിക്കിനിടയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ എന്തായാലും അനീഷിന്റെ ലൈഫിലടക്കം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള നോവലുകളും മറ്റു പല കാര്യങ്ങളും അനീഷിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ആൾക്കാരും കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ സിനിമ എപ്പോഴാണ് എന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണ്. അതിൽ ലാലേട്ടനടക്കം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും എഴുതിയിട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് അതൊക്കെ ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള ഇതിലൊക്കെ എന്തായാലും ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീഷ് ഇത്തരത്തിലൊരു തിരക്കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലാലേട്ടനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അനീഷിന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റവും ചെറുതൊന്നും ആയിരിക്കില്ല. കാര്യം ആളെന്നാലും എഴുതി തുടങ്ങിയിട്ടില്ല, ഇത് കഥ കേട്ടിട്ടുമില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു സാധ്യതയുണ്ട്. അതായത് അനീഷ് ഒരു കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ വെച്ചിട്ട് അനീഷിന് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. കാര്യം അവർക്കിടയിലുള്ള ഒരു പരിചയമായിക്കോട്ടെ, ആ ഒരു ഇത്രയും ദിവസത്തെ ഒരു പരിചയവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും ലാലേട്ടനിലേക്ക് അനീഷിനെ ഒന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ടും ഓപ്പൺ ആണ്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ ലൈഫിൽ ഇനിയും വലിയ രീതിയിൽ നേട്ടങ്ങൾ ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ലാലേട്ടനേക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ അല്ലെങ്കിൽ തിരക്കഥയൊക്കെ എഴുതാൻ അനീഷിനെ കൊണ്ടെന്നാലും സാധിക്കട്ടെ.